നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്താണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒരു വർക്ക് നടക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോർവെൽ പമ്പ് ഇൻസ്റ്റാളേഷനാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സൈറ്റിൽ ബോർവെല്ലിൻ്റെ ഡെപ്ത്, അതായത് താഴ്ച വന്നിട്ട് 300 അടിയാണ്. റണ്ണിങ് ലെങ്ത് 50 മീറ്റർ ഉണ്ട്. ടാങ്കിൻ്റെ ഹൈറ്റ് 20 അടിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഹൈറ്റും ഫ്രിക്ഷൻ ലോസും എല്ലാം കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഹെഡ് ഒരു 350 ഫീറ്റോളം ഹെഡുണ്ട്. ഈ ബോറിൽ ലോ ടു മീഡിയം ഈൽഡാണ്, അതായത് വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റ് വന്നിട്ട് ഒരു ആവറേജ് ഫ്ലോയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലോ പമ്പാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബോർവെൽ പമ്പ് സെറ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന ബോക്സിൻ്റെ ഉള്ളിൽ 2 പീസായിട്ടായിരിക്കും. ഒരു മോട്ടോർ സൈഡും ഒരു പമ്പ് സൈഡുമാണ്. ഈ 2 പീസും തമ്മിൽ പ്രോപ്പറായി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സിംഗിൾ പീസായിട്ടുള്ളൊരു പമ്പ് സെറ്റ് കിട്ടും. ഇനി നമുക്ക് പമ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതൊരു ഓയിൽ കൂൾഡ് പമ്പാണ്. ക്രോംപ്ടൺ ബ്രാൻഡിൻ്റെതാണ്. മോഡൽ വന്നിട്ട് 4VO 1.5/18 എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ. ഇതിൻ്റെ HP വന്ന് 1.5, KW വന്ന്, അതായത് കിലോ വാട്ട് വന്ന് 1.1. അതുപോലെ നമ്പർ ഓഫ് സ്റ്റേജസ് വന്നിട്ട് 18 ആണ്. ഹെഡ് വന്ന് 25 to 122 മീറ്റർ ഉണ്ട്. ഡിസ്ചാർജ് വന്നിട്ട് ഒരു 10 to 60 LPM ഉണ്ട്. അതായത് ഒരു മീഡിയം ഡിസ്ചാർജ് ഉള്ളൊരു പമ്പാണ്. ഓയിൽ കൂൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ഒഴിക്കേണ്ട ഈ ഹോൾസ് ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനകത്ത് ഓയിൽ ഒഴിക്കേണ്ട യാതൊരു വിധമായ ആവശ്യവുമില്ല. മോട്ടോർ സൈഡും പമ്പ് സൈഡും ജോയിൻ ചെയ്തതിന് മുമ്പായി പമ്പ് സൈഡിൽ ചെറിയ പ്ലേ ഉണ്ടോ, അത് ഫ്രീ ആണോ, അതുപോലെ തന്നെ മോട്ടോർ സൈഡ് ഫ്രീ ആണോ എന്ന് നമ്മൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തതിന് ശേഷം ഫ്രീ ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റക്കപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് ആ സ്റ്റക്ക് ഇഷ്യൂസ് മാറ്റിയതിന് ശേഷം മാത്രമേ അത് കപ്പിൾ ചെയ്യാവൂ. ഈ വരുന്ന കർവ് പോർഷൻ എപ്പോഴും ഈ കേബിളിൻ്റെ ടൈക്ക് കറക്റ്റായിട്ട് വരിക, എഗൻസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അതേ സെയിം പൊസിഷനിൽ തന്നെ ഇത് ഇൻസൈഡ്, ഇത് ഫീമെയിൽ ഷാഫ്റ്റാണ്. അപ്പോൾ ഫീമെയിൽ ഷാഫ്റ്റ് ആ സെയിം പൊസിഷനിൽ വയ്ക്കുക. അപ്പോൾ ഈസി ആയിട്ട് പമ്പ് ഇറങ്ങിപ്പോൾ. ഇത് നമ്മൾ ക്രോസ് ആയിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇറങ്ങത്തില്ല. അല്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് കിട്ടും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ്. കറക്റ്റായിട്ട് ചെയ്താലേ ഷാഫ്റ്റ് അതിനകത്ത് ഇറങ്ങും. ഇപ്പോൾ ഇത് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതൊരു 13-ന്റെ സ്പാനർ ഉപയോഗിച്ച് നട്ട് ആൻഡ് ബോൾട്ടൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എല്ലാം ടൈറ്റാണെന്ന് നമ്മളിപ്പോൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മുടെ ആ സെൻറ്റർ കപ്ലിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ കറക്കി ഫുൾ സെറ്റ് യൂണിറ്റ്, നേരത്തെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കറക്കി നോക്കി. ഇപ്പോൾ നമ്മൾ ആ ഫുൾ സെറ്റ് ഫ്രീ ആണോ, അതിൻ്റെ റൊട്ടേഷൻ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, വേറെ സ്റ്റക്കപ്പ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ ഫ്രീ ആയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോറിനകത്തോട്ട് പമ്പ് ഇറക്കാവൂ. കപ്ലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ കേബിൾ ഗാർഡ് അത് ഇതിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. കേബിൾ ഗാർഡ് ഇല്ലാതെ ഇറക്കി കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് ആ കേബിളും ബോറിൻ്റെ ഉള്ളിലെ പൈപ്പും തമ്മിൽ ഉരസിയിട്ട് ഇൻസുലേഷൻ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റെയിനറാണ്. അപ്പോൾ നമ്മൾ സ്റ്റെയിനർ യൂസ് ചെയ്ത് ചെയ്യണം. ഉറപ്പായിട്ട് ഈ സ്റ്റെയിനറിൽ നമ്മൾ സ്റ്റെയിനർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ പൊടി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റെയിനർ ഉറപ്പായിട്ട് നമ്മൾ നന്നായിട്ട് ഫിക്സ് ചെയ്യണം. സ്റ്റെയിനർ ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിലത്തെ ഗ്യാപ്പിൽ ഇൻസുലേഷൻ ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യാം. അത് ഓപ്ഷനിലാണ്. പൊടിയൊക്കെ കൂടുതലുള്ള ബോറുകളിൽ വേണമെങ്കിൽ നമുക്കത് ചെയ്താലും മതി. ഇവിടെ നമ്മൾ എന്തായാലും ഇൻസുലേഷൻ ചെയ്യുന്നുണ്ട്. പലരും ഇതിന് മുകളിൽ ഫൈൻ നെറ്റ് കവർ ഉപയോഗിച്ച് ഇതിനകത്ത് കവറിങ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്താലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൊടിയൊക്കെ ഉള്ള ബോറിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതലുള്ള ബോറാണെങ്കിൽ ഈ ഫൈൻ നെറ്റ് കവറിനുള്ളിലെല്ലാം വന്ന് ഈ പൊടി ഫുള്ളായിട്ട് അങ്ങ് കവറാവും. നമുക്ക് പമ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം, അത്യാവശ്യം വെള്ളം കിട്ടാതെ വന്നിട്ട് പമ്പ് ഡ്രൈ ആയിട്ട് ഓടാനും അങ്ങനെ പമ്പ് കംപ്ലൈൻ്റ് ആവുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഫൈൻ നെറ്റ്സ് ഒരിക്കലും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴും ബോറ് ശരിക്കും നല്ലവണ്ണം ഫ്ലഷ് ചെയ്ത് അല്ലെങ്കിൽ അത് പൊടിയും വേസ്റ്റൊക്കെ നമുക്ക് മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം പമ്പ് ഇറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്ലഷിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പമ്പ് കപ്ലിംഗ് കഴിഞ്ഞ് ബോറിൽ ഇറക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് പമ്പ് മുഴുവനായി മുങ്ങി അതിനുശേഷം വേണം നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ചെറിയ സ്റ്റക്ക് ഇഷ്യൂസൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ വെള്ളം നിറച്ചിട്ട് ടാങ്കിലിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നത് നല്ലതായിരിക്കും.
ബേസിക്കലി ഓയിൽ കൂൾഡ് പമ്പിൽ അങ്ങനത്തെ സ്റ്റക്കപ്പ് ഇഷ്യൂസ് വളരെ കുറവായിരിക്കും. വാട്ടർ കൂളിലാണ് മെജോറിറ്റി അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നല്ല ഫ്രീ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇറക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ പമ്പ് കപ്പിൾ ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ട്, അതായത് വെള്ളത്തിലിടാതെ പുറത്ത് വെച്ച് ഓടിക്കുന്നത്. അങ്ങനെ ഒരു ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഡ്രൈ ആയിട്ട് ഓടിക്കാൻ പാടില്ല. കാരണം പമ്പിൻ്റെ ഇമ്പല്ലർ ആ ചെറിയ സമയം നമ്മൾ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പലേഴ്സ് എല്ലാം ഡാമേജ് ആവും. ഫ്യൂച്ചറിൽ അത് പ്രോബ്ലംസ് വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും കാണാം. പലപ്പോഴും അങ്ങനെ ഓടിക്കുമ്പോൾ ഇമ്പല്ലർ അപ്പം തന്നെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പമ്പിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞ് ഇത്രയും പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പമ്പ് നമ്മൾ അതിനകത്തോട്ട് ഇറക്കാവൂ. ഓക്കെ, അടുത്ത് നമുക്ക് എന്തൊക്കെ ഫിറ്റിങ്സ് വേണം, ഇനി ഇൻസ്റ്റാളേഷൻ എന്തൊക്കെ ഫിറ്റിങ്സ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പമ്പിൻ്റെ ടോപ്പിൽ ഇതിപ്പോൾ ഈ പമ്പ് 1.25 ഇഞ്ച് ലൈനാണ്. അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഈ ഹോസ് HDP ഹോസ് കോളർ വേണം. അതോടൊപ്പം നമുക്കിതൊരു കോപ്പർ വേണം. ഈ കോപ്പർ ഉണ്ടെങ്കിലേ നമ്മൾ ഇതിൻ്റെ ഒരു ഹുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ആ സമയത്ത് കാണാം. അതേപോലെ ഇതൊരു വാട്ടർ പ്രൂഫ് ജോയിൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ഓപ്പൺ വെല്ലിൻ്റെ പമ്പിൽ ചെയ്ത സമയത്തേക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു വാട്ടർ പ്രൂഫ് ജോയിൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, കേബിൾ ജോയിൻ്റ്. അതുപോലെ വയർ ടാഗ് വേണം. ഈ ടാഗ് നമ്മൾ കെട്ടിയാണ് ചെയ്യുന്നത്. ഇത് GI ബെൻഡും ഹോസ് കോൾഡറും ഒക്കെ നമുക്ക് ഇത് ടോപ്പിൽ വരുന്ന പോർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇറക്കാൻ പോകാം, ഓരോന്നോരോന്നായിട്ട് കാണാം. നമ്മൾ കേബിള് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. വളരെ നീറ്റായിട്ട്, ഏറ്റവും ബൾക്കി ആവാതെ സ്ലിം ആയിട്ട് തന്നെ കേബിൾ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് നമ്മൾ HDP പൈപ്പാണ് യൂസ് ചെയ്യണം. അപ്പോൾ HDP കോളർ നമ്മൾ ഫിക്സ് ചെയ്യണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം MS ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ദ്രവിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇത് നമ്മൾ SS-ൻ്റെ HDP കോളർ വിത്ത് ഹുക്കാണ്. ഇവിടെ നമുക്ക് 2 ഹുക്ക് കാണാം. ഇതൊരു സപ്പോർട്ടിനാണ്, സപ്പോർട്ട് ഇവിടെ കിട്ടും. വിത്ത് ഹുക്ക് നമ്മൾ ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരു പമ്പിന്റെ ഹോളുണ്ട്. ആ ഹോളിൽ നമ്മൾ കോപ്പറിന്റെ റിംഗ് ഉണ്ടാക്കണം, ലോക്ക്. ശരിക്ക് പലരും നമ്മൾ കാണാറുണ്ട് ഇതിൽ പ്ലാസ്റ്റിക് റോപ്പും ഹെവി പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് റോപ്പ് ഇടാറുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കോപ്പർ തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോഴത്തേക്ക് എത്ര കാലം കഴിഞ്ഞാലും ഒന്നും ചെയ്യത്തില്ല, സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ മേളത്തെ ഹുക്ക് കൂടെ ഒന്ന് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് പ്രശ്നം വന്നാലും ഇതിനകത്തോട്ടൊന്നും പോകത്തില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പുറത്തെടുക്കണമെങ്കിൽ മാക്സിമം ലോക്ക് ഇതിനകത്ത് കിട്ടണം. പിന്നെ ഒരു കാരണവശാലും ഇതൊന്നും ബൾക്കി ആവാൻ പാടില്ല. ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇത് മാക്സിമം സ്ലിം ആക്കി എടുക്കണം. കാരണം ഈ പമ്പ് നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ ഉള്ളിലോട്ടാണ് ഇറങ്ങാൻ പോണത്. അപ്പോൾ അതിനകത്ത് ഇറങ്ങുമ്പോഴത്തേക്കും സൈഡ് കയറി പിടിക്കാൻ പാടില്ല. അത് കാരണം നമ്മൾ എത്രത്തോളം മാക്സിമം നമ്മൾ ഒതുക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ലിം ആക്കി ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം കോപ്പർ നോക്കിയോളൂ, നല്ല സൂപ്പറായിട്ട് നമ്മൾ 4-5 ചുറ്റി അത് റിങ് ആക്കി ഏറ്റവും സ്ലിം ആക്കി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇതിൽ നിന്ന് ഊരി പോകത്തില്ല. അടുത്തായിട്ട് നമ്മൾ HDP പൈപ്പ് ഇതിൽ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെർജിൻ മെറ്റീരിയൽ HDP ഹോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വരത്തില്ല. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടെക്നോളജിയിൽ ചൂടാക്കിയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോ സൈഡായിട്ട് ചൂടാക്കി എടുക്കുക. നമുക്കത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന രീതിക്ക് വരെ ചെയ്യുക. ഒരുമിച്ചിട്ട് ഒറ്റ സൈഡിൽ മാത്രം വെച്ച് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഉരുവിയിട്ട് സെറ്റായിട്ടിരിക്കും. നമുക്കത് ഈസി ആയിട്ട് ഇതിൽ കിട്ടത്തില്ല, ഫ്ലെക്സിബിലിറ്റി കിട്ടത്തില്ല. അതിൻ്റെ എല്ലാ സൈഡും 4 സൈഡും പ്രോപ്പറായിട്ട് ഒരേപോലെ ചൂടായി വരുന്ന രീതിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ നമ്മൾ കുറച്ച് പ്രോസസ്സ് ഇതിനകത്ത് ചെയ്തു. നേരത്തെ ഈ HDP കോളർ ഇതിനകത്ത് ഫിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്കൊരു 4 ഇഞ്ചോളം ഇതിനകത്ത് ലെങ്ത് വരും. അപ്പോൾ ഈ 4 ഇഞ്ചോളം ലെങ്ത് ഇതിനകത്ത് കയറണം കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ 1-2 ലെങ്തിൽ അല്ലെങ്കിൽ 2 ഈ ഗ്യാപ്പിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോഡ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൽ നിന്ന് അങ്ങ് ഊരിപ്പോവും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഈ സാധനം 4 ഇഞ്ച് വരെ കയറണം. ആ ചൂടോടെ തന്നെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഗ്രൂവിനകത്ത് പൈപ്പ് അങ്ങ് ഫിക്സ് ആയിരിക്കും. പിന്നെ അത് എങ്ങനെ പിടിച്ചാലും ഇത് വരത്തില്ല. കട്ട് ചെയ്തെടുത്തെങ്കിലും നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിത് പമ്പ് ഇറക്കാൻ പോണത് 300 ഫീറ്റാണ്. 300 അടിക്ക് ഇറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ അത്രയും പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അടുത്തതാണ് നമ്മൾ റോപ്പ് സെറ്റ് ചെയ്ത് നമ്മൾ നോക്കി മനസ്സിലായി ഏകദേശം നമ്മളിതൊരു 1/2 മീറ്ററോളം നീളത്തിലാണ് ഈ റോപ്പ് കെട്ടിയിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ബൾക്കി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് ഇറക്കുന്ന സമയത്ത് ലോഡ് ഇത് കയറി ബൾക്കി സൈസ് ആവാനും പൈപ്പിൽ കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ പീസായിട്ട് കെട്ടി ടാഗ് ചെയ്ത് അടുത്തൊരു ജോയിൻ ഇട്ട് അപ്പം ഈ 3-4 സ്ഥലത്തായിട്ട് നീളത്തിലാണ് ഇത് ചെയ്യണം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ സാധനം ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇതിൻ്റെ പമ്പ് ഇറക്കുന്നതിന് മുമ്പ് ഒരു ടാഗ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മളൊരു നേരത്തെ റോപ്പിൻ്റെ ഈ PP റോപ്പിൻ്റെ പീസ് നമ്മൾ എടുത്ത് കെട്ടി വെച്ചിരിക്കുന്നത്. എക്സ്ട്രാ പ്രൊട്ടക്ഷൻ മീൻസ് കാരണം എല്ലാ ലോഡും ഇവിടെയാണ് നിൽക്കുന്നത്. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമ്മളിത് പൊക്കേണ്ടി വന്നാൽ പമ്പ് എന്തെങ്കിലും ആവശ്യത്തിന് പൊക്കേണ്ടി വന്നാൽ ഈ ലൂസ് ആവുന്ന കേബിളും ഈ റോപ്പും എല്ലാം താഴോട്ട് പോയി അടുത്ത് ബൾക്കി ആവാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ ജാമായിട്ട് പുറത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം ഈ ഭാഗങ്ങളിലെല്ലാം ലോഡ് വരാതെ കേബിളിലൊന്നും ലോഡ് വരാതെ മാക്സിമം നമ്മൾ പിന്നെ വയർ ടാഗും ഈ പറഞ്ഞ റോപ്പും ഒക്കെ ആയിട്ട് ടൈറ്റ് ചെയ്ത് സേഫായിട്ട് വെക്കണം. ഒരു 3 മീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഈ കേബിൾ ടൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ കേബിൾ ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്ത് നമ്മൾ കേബിൾ ടാഗ് ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ ലൂസൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും കേബിൾ ടൈറ്റ് ചെയ്ത് പോകാൻ വേണ്ടി. ഇവിടെ 300 അടി ആയപ്പോൾ തന്നെ പമ്പ് താഴെ എത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ബോർവെൽ പമ്പ് ഒരിക്കലും തന്നെ താഴെ കൊണ്ട് തട്ടി വയ്ക്കാൻ പാടില്ല. കാരണം മിനിമം ഒരു 15 അടിയെങ്കിലും മുകളിലേക്ക് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പ് സേഫായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഈ ബോർവെല്ലെ ഫ്ലഷ് ചെയ്താലും തന്നെ ഇതിലുള്ള പൊടിയും മറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ താഴെ പോയി അറസ്റ്റ് ആവുന്നതാണ്. ഇതെല്ലാം കൂടെ ഈ പമ്പിൻ്റെ ഉള്ളിലേക്ക് കയറി പമ്പ് സ്റ്റക്കാവും. അതുകൊണ്ട് തന്നെയാണ് പമ്പ് ഒരു മിനിമം ഒരു 15 അടിയെങ്കിലും മിനിമം പൊക്കി വയ്ക്കുക എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ വേറെ കാര്യം എന്ന് വെച്ചാൽ എത്ര അടി പൊക്കി വയ്ക്കണം അല്ലെങ്കിൽ എത്ര അടി മുകളിലേക്ക് ഉയർത്തണം എന്നുള്ളത് സൈറ്റിലെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ്. പല സൈറ്റുകളിലും സൈറ്റ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ചിലത് 15 അടി, ചിലത് 50 അടി, ചിലത് 10 അടി വെച്ചാലും പ്രശ്നമില്ല. അങ്ങനെ സൈറ്റ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്ത് എത്ര അടി പൊക്കി വയ്ക്കണമെന്ന് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ ഈ PVC എൻഡ് ക്യാപ്പിന് പകരം റെഡിമെയ്ഡായിട്ട് കാസ്റ്റ് അയണിൻ്റെ ബോർ കവർ നമുക്ക് കിട്ടും. എന്നാൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹെവി ഡ്യൂട്ടി PVC എൻഡ് ക്യാപ്പാണ്. അങ്ങനെ നമ്മൾ 285 അടിയിൽ ഈ ബോർ നമ്മൾ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഓസ് കോളർ ഫിക്സ് ചെയ്തിട്ട് ഈ പിന്നെ എൻഡ് ക്യാപ്പ് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചു. അപ്പോൾ ഇത് 2 ഹോൾ ഇട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഹോളിൽ വരുത്തരുത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോന്നും ഓരോ ഹോളിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ജാം ആകാതെ അടുത്ത് ഊരി എടുക്കുമ്പോഴത്തേക്ക് എളുപ്പം ആയിരിക്കും. ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ജാമായിട്ട് പിന്നെ അത് ഊരി എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ കയറിക്കൊണ്ട് കേബിൾ കട്ടാവാനും അതുപോലെ റോപ്പ് കട്ടാവാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ഹോളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ശേഷം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലെ ബോർ ക്ലാമ്പ് നമ്മളിപ്പോൾ ഹെവി ബോർ ക്ലാമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും ലോഡ് ഈ താഴെ നിൽക്കുന്ന കംപ്ലീറ്റ് ലോഡ് ഈ ബോർ ക്ലാമ്പിൽ തന്നെ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് 4 ബോൾട്ടുള്ള സൂപ്പർ ഹെവി ബോർ ക്ലാമ്പുണ്ട്. അത് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഈ ഫുൾ ലോഡ് നമ്മുടെ ബോർ ക്ലാമ്പിൽ ലോഡായി നിൽക്കും. റൈറ്റ്.
അപ്പോൾ ക്രോംപ്ടന്റെ COD-CP എന്ന് പറഞ്ഞ പാനലാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഡിജിറ്റൽ മീറ്റർ, വോൾട്ടേജും കറണ്ടും ഒക്കെ കാണിക്കുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട്, ഒരു MCB ഉണ്ട്. ഇതൊരു സ്റ്റാർട്ടിംഗ് ബട്ടണാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു റണ്ണിങ് കപ്പാസിറ്റർ ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഒരു MCB ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ അഡീഷണൽ പ്രൊട്ടക്ഷൻസ് ഒന്നും ഈ പാനലിൽ വരുന്നില്ല. ഇതിൻ്റെ അടുത്ത മോഡലുണ്ട്, ആർമർ എന്ന് പറഞ്ഞ പാനലിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമറിന് വന്നിട്ട് ഇപ്പോൾ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് പാനൽ വെക്കുന്നതാണ്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഇത് ബേസ് മോഡൽ പാനൽ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ പച്ച ബട്ടൺ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ബട്ടണാണ്. എന്തെങ്കിലും വോൾട്ടേജ് ഇഷ്യൂസോ അല്ലെങ്കിൽ സ്റ്റക്കപ്പ് ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ഒറ്റ സെക്കൻഡ് ഹോൾഡ് ഫോർ മാക്സിമം 2 സെക്കൻഡ്സേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് 1 സെക്കൻഡിൽ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കയറി പോക്കോളും. ഇനി നമ്മുടെ ഫൈനൽ പാർട്ടാണ്, നമ്മുടെ പവർ സപ്ലൈ കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഇതിവിടെ ഫസ്റ്റ് നമ്മൾ പാനലിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് സപ്ലൈ, ഫേസ്, ന്യൂട്രൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഓപ്പൺ വെൽ ഫിക്സ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഉറപ്പായിട്ടും ഫേസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഫേസിൽ കൊടുക്കാവൂ. ന്യൂട്രൽ തന്നെ കൊടുക്കണം. RYB എന്ന് പറഞ്ഞാൽ ടു മോട്ടറിലോട്ട് പോകുന്നതാണ് RYB. അത് നമ്മൾ റെഡ് യെല്ലോ ബ്ലൂ നമ്മളിവിടെ കേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡ് യെല്ലോ ബ്ലൂ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഫേസ് ന്യൂട്രൽ, ഫേസ് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. സൈഡിലെ വോൾട്ടേജ് വന്നിട്ട് നമുക്കൊരു 223 വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട് ഡിജിറ്റൽ മീറ്ററിൽ. അതുപോലെ തന്നെ കറണ്ട് വന്നിട്ട് 8.7 ആംസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം ഈ 1.5 HP ഇത്രയും ആംസ് കാണിക്കാൻ കാരണം ഓയിൽ കൂൾഡ് പമ്പ് ആയതുകൊണ്ടാണ്. അതിൻ്റെ കറണ്ട് ആക്ച്വലി കുറവാണ്. എന്നാൽ വാട്ടർ കൂൾഡ് പമ്പ് എടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഒരു 11.5 അപ് ടു 12 ആംസ് ഡിപ്പെൻസ് ആണ്. ഒരു 12 ആംസ് വരെ നമുക്ക് വാട്ടർ കൂൾഡിൽ പമ്പിൽ വന്നേക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട പോലെ നല്ല സൂപ്പറായിട്ടുള്ള ഫ്ലോ കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഗുരുനാഥനായ സാറാണ്, കുമാർ സാർ എന്നാണ് പേര്. എൻ്റെ കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ പവർ സിസ്റ്റം ക്ലാസ് എടുത്ത സാറാണ്. അപ്പോൾ സാറാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ സാറിന് നമ്മുടെ ഈ പറഞ്ഞ ഈ പ്രോപ്പർട്ടിയെ പറ്റി ഒരു 2 വാക്ക് സംസാരിക്കുന്നതിന് സാറിന് ക്ഷണിക്കും. നമ്മുടെ ബാലരാമപുരത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 500 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഡൈനിങ് ഹാളുള്ള കല്യാണ മണ്ഡപമോ ഒരു എയർ കണ്ടീഷൻഡ് മണ്ഡപമോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്തിനെ ആശ്രയിച്ച് ഞങ്ങളുടെ മക്കളുടെയൊക്കെ കല്യാണം നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഈ ബാലരാമപുരത്ത് അല്ലെങ്കിൽ ഈ സമീപ പ്രദേശത്ത് മാറ്റണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിച്ചത്. ഇവിടെ 2000 പേർക്ക് ഒന്നിച്ച് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു കല്യാണ മണ്ഡപവും അത് തന്നെ 2 or 3 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാവുന്ന ഒരു കൺവെൻഷൻ സെൻ്ററാണ് നമ്മുടെ വിഭാവനയിലുള്ളത്. അത് ഈ സമീപ പ്രദേശത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ നെയ്യാറ്റിൻകര, കാട്ടാക്കട, വിഴിഞ്ഞം ഭാഗത്തുള്ള എല്ലാ പേർക്കും 15 മിനിറ്റിൽ വന്നു ചേരാവുന്ന അത്രയും സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ കല്യാണ മണ്ഡപത്തിൻ്റെ നിർമ്മിതി നടക്കുന്നത്. ഇവിടെ ഞങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നം വെള്ളത്തിൻ്റെ കുറവാണ്. അതിന് ഞങ്ങൾ ബോർവെൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ ശിഷ്യനായിട്ടുള്ള അനീഷിൻ്റെ സഹായത്തോടെ അതിന് സ്യൂട്ടബിളായിട്ടുള്ള പമ്പ് സെറ്റ് എറക്റ്റ് ചെയ്ത് ഞങ്ങളുടെ സംരംഭത്തിന് വളരെയധികം സഹായങ്ങൾ എൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് HDP പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പമ്പ് ഫിക്സിംഗ് ആണ്. കോളം പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള പമ്പ് ഫിക്സിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഞങ്ങൾക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.